പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചെറുപയർ കൊണ്ട് സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ ആന്ധ്രാപ്രദേശിന്റെ സ്വന്തം പെസരട്ടു അഥവാ ചെറുപയർ ദോശ എങ്ങനെ തയ്യാറാക്കാം എന്നത്തെ വീഡിയോയിലൂടെ കാണാം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മടിക്കരുത്. ചെറുപയറിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഹൈലി പ്രോട്ടീനേഷ്യസ് ആയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ പെസരട്ടു നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഏതായാലും വീഡിയോ കണ്ടു തുടങ്ങാം. 1/2 കപ്പ് ചെറുപയറിന് 2 ടേബിൾ സ്പൂൺ പച്ചരി എന്ന കണക്കിനാണ് ഞാൻ ഇന്ന് സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. പയറും പച്ചരിയും ഒന്നിച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം 5-6 മണിക്കൂറെങ്കിലും കുതിർക്കുക. രാത്രി മുഴുവൻ കുതിർക്കുകയാണെങ്കിൽ രാവിലെ ഇതുണ്ടാക്കാം. കുതിർന്നു വന്ന പച്ചരിയും പയറും മിക്സിയിലേക്കിട്ട് അതിലേക്ക് ഏകദേശം 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 3-4 പച്ചമുളക്, 1 പിടി മല്ലിയില, 1 ടീസ്പൂൺ ജീരകം, പാകത്തിന് ഉപ്പ്, അരയ്ക്കാൻ പാകത്തിന് വെള്ളം എന്നിവ ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. വെള്ളം ആദ്യം തന്നെ ഒരുമിച്ച് ചേർക്കണമെന്നില്ല. അരയ്ക്കുമ്പോൾ അല്പാൽപമായി ചേർത്ത് കൊടുത്താലും മതി. ഒരുപാട് വെള്ളമായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാണുന്ന ടെക്സ്ചറും കൺസിസ്റ്റൻസിയുമാണ് പെസരട്ടുവിൻ്റെ മാവിനുള്ളത്. ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ച് തടവുന്നു. 1 തവി മാവ് അതിലേക്ക് ഒഴിച്ച് പരത്തി ദോശ പോലെ ചുട്ടെടുക്കുക. വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നവർക്കും വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും എല്ലാം തന്നെ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അത്തരം ഡയറ്റ് പ്ലാൻസ് എന്തെങ്കിലും ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. എള്ളെണ്ണയ്ക്ക് പകരം ഒരൽപ്പം നെയ്യ് തടവി പെസരട്ടു മൊരിച്ചെടുക്കുകയാണെങ്കിൽ രുചി നന്നായി കൂടും. എന്നാൽ നിങ്ങൾ വീഗൻ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്താൽ മതി. 1/2 കപ്പ് ചെറുപയർ കൊണ്ട് 7 മീഡിയം സൈസ്ഡ് പെസരട്ടു ഞാൻ തയ്യാറാക്കി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.